ഭരതന്റെ അമ്മാവന്റെ ക്ഷണപ്രകാരം ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്ത് പോയിരിക്കുന്ന സമയത്താണ് ദശരഥൻ മരിക്കുന്നത്. മരണവിവരം അറിയിക്കാതെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് അയോധ്യയിൽ തിരിച്ചെത്തിക്കണമെന്ന് ദൂതൻ അറിയിക്കുന്നു. അവർ പെട്ടെന്ന് വരികയും ചെയ്തു. വന്ന ഉടനെ തന്നെ എല്ലാവരുടെയും മുഖങ്ങളിൽ എന്തോ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായി ഭരതന് തോന്നി. തൻ്റെ അച്ഛനോ ജ്യേഷ്ഠനോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഭരതൻ ഭയക്കുന്നു. തൻ്റെ അമ്മയുടെ കൂടെയായിരിക്കും മിക്കപ്പോഴും അച്ഛനെ കാണുക. അതോർത്ത ഭരതൻ പെട്ടെന്ന് അമ്മയുടെ അന്തഃപുരത്തിലേക്ക് ഓടിച്ചെന്നു. അമ്മ മകനെ കണ്ടതും കെട്ടിപ്പിടിച്ച് അടുത്തിരുത്തിയിട്ട് തൻ്റെ വീട്ടുവിശേഷങ്ങൾ തിരക്കുന്നു. അതിന് മറുപടിയായി ഭരതൻ പറഞ്ഞു, അച്ഛൻ എന്തിയെ അമ്മേ? അമ്മയോട് പിരിഞ്ഞ് അച്ഛനെ കണ്ടിട്ടേ ഇല്ല. അതാദ്യം പറ. ഉടൻ കൈകേയി പറഞ്ഞു, മകനെ, അച്ഛൻ ശരീരം വെടിഞ്ഞ് ഈശ്വര സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇത് കേട്ട ഭരതൻ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ കൈകേയി പറഞ്ഞു, മോൻ ദുഃഖമൊക്കെ ഒന്ന് അടക്കൂ. നീ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരതൻ ചോദിച്ചു, മരിക്കാൻ നേരം അച്ഛനൊന്നും പറഞ്ഞില്ലേ അമ്മേ? ആ പറഞ്ഞു. രാമ, സീതയെ, ലക്ഷ്മണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. അതെന്തേ? അപ്പോൾ അവർ അരികത്തില്ലായിരുന്നോ? ഇത് കേട്ട കൈകേയി പറഞ്ഞു, നിന്റെ അച്ഛൻ ശ്രീരാമനെ രാജാവായി അഭിഷേകം നടത്താൻ ഒരുമ്പെട്ട സമയത്ത് ഞാൻ എൻ്റെ മകനെ രാജാവാക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കി. 14 വർഷം രാമൻ വനവാസം സ്വീകരിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ അവർ വനവാസത്തിന് പോവുകയും അവരെ ചിന്തിച്ച് വിലപിച്ച് താതൻ മരിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട ഭരതൻ അമ്മയെ വളരെ ക്രോധത്തോടു കൂടി നോക്കുന്നു. ഭർത്താവിനെ കൊന്ന ക്രൂരെ, നിങ്ങളുടെ വയറ്റിൽ ഞാൻ പിറന്നല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് കൗസല്യയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മേ, ഞാനിതൊന്നും അറിഞ്ഞതേയില്ല, എന്നെ ശപിക്കരുതേ. അപ്പോൾ കൗസല്യ പറയുന്നു, മോൻ്റെ കുറ്റമല്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭരതനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് താതൻ്റെ സംസ്കാരാദികൾ നടത്തുകയും ശ്രീരാമനെ തിരിച്ചു വിളിക്കാനും അച്ഛൻ മരിച്ച വിവരം അറിയിക്കാനും എല്ലാവരുമായി വനത്തിൽ പോകുന്നു. അച്ഛൻ്റെ മരണവിവരം അറിഞ്ഞ ശ്രീരാമൻ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും തിരികെ ചെന്നാൽ അച്ഛൻ്റെ വാക്കിന് വ്യത്യാസം വരുമെന്ന് ഭരതനെ പറഞ്ഞ് അനുനയിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഭരതൻ്റെ നിർബന്ധപ്രകാരം ശ്രീരാമൻ വനത്തിൽ നിന്ന് വരുന്നതുവരെ അദ്ദേഹത്തിൻ്റെ മെതിയടികളിൽ വെച്ച് പൂജിക്കുകയും ചെയ്യുന്നു.